നൂല് പൊട്ടുന്നതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് നൂല് കാലപ്പഴക്കമായതായിരിക്കും. അപ്പോൾ അത് നമ്മൾ കാലപ്പഴക്കമാണെങ്കിൽ നമ്മളൊന്നൊരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് 2-3 പ്രാവശ്യം മുക്കി കഴിഞ്ഞാൽ കാലപ്പഴക്കമുള്ള നൂല് നിൻ്റെ പ്രശ്നങ്ങൾ അതുമൂലം ഉണ്ടാകുന്ന എപ്പോഴും ഇങ്ങനെ പൊട്ടുന്നത് മാറിക്കിട്ടും. പിന്നെ അധിക സമയം മുക്കാൻ പാടില്ല. നമ്മുടെ ആ റോളുണ്ടല്ലോ കടലാസ് പെട്ടിയുടെ ആ റോള് തിരിയാനേ കൂടുതൽ നനഞ്ഞാൽ നാശമാവും. പിന്നെ നൂല് ചുറ്റിയത് നമ്മൾ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ആ റിങ് ഉണ്ടല്ലോ, ഈ റിങ്ങിൽ കറക്റ്റായിട്ട് ടൈറ്റായ കാരണമായിരിക്കും നമുക്ക് പിന്നെ നൂല് പൊട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്മുടെ ചെറുതായിട്ടൊന്ന് അനക്കി നോക്കി നോക്കുക. അതിന് ശേഷം പിന്നെ അതൊന്ന് ചെറിയ രീതിയിൽ ലൂസാക്കി വയ്ക്കുക. ഒരനക്കം ലൂസാക്കി വെച്ച ശേഷം തയ്ച്ചു നോക്കുക. അപ്പോൾ ആ നൂല് പൊട്ടുന്നത് നിൽക്കും. ഒരു ചെറിയ രീതിയിൽ ലൂസാക്കി വെച്ചാൽ മതി, ഒരുപാട് ലൂസാക്കരുത്. ആ സ്പ്രിങ് ഒന്ന് അനക്കി നോക്കുകയും ചെയ്യണം. അതിനൊപ്പം തന്നെ നൂല് വരുന്നത് കറക്റ്റല്ലേ ഒന്ന് വലിച്ചു നോക്കി നോക്കണം. പിന്നീട് നമ്മുടെ സൂചി പിന്നത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സൂചി ഇട്ടിരിക്കുന്നത് ശരിയല്ലാണ്ടായിരിക്കും. അതായത് സൂചി കറക്റ്റ് കയറിയിട്ട് തന്നെ ശരിക്കും അവിടെ ശരിക്കും ടച്ച് ചെയ്തിട്ട് വേണം, അത്രയും മുകളിലേക്ക് കറക്റ്റ് ടച്ചായിട്ട് വേണം സൂചി ശരിക്കും ഇടേണ്ടത്. അങ്ങനെ അല്ലാത്ത സമയത്ത് സൂചി ഒരു അനക്കം താഴേക്ക് ഇറങ്ങി നിന്ന് നമ്മുടെ ബോബിൻ കേസും ടച്ച് ആകുമ്പോൾ അത് എപ്പോഴും നൂല് പൊട്ടും. അത് അപ്പോൾ കറക്റ്റായിട്ട് മുകളിലേക്ക് ടച്ച് ചെയ്യണ രീതിയിൽ തന്നെ നിൽക്കണം. പിന്നെ എന്ന് പറയുന്നത് പിന്നത്തേതെന്ന് പറയുന്നത് നമ്മുടെ സൂചി ഇട്ടിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് ചാല് വരുന്ന രീതിയിലായിരിക്കണം നമ്മുടെ സൂചി ഇട്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇത് ഈ കാണുന്ന പോലെ ഇങ്ങോട്ടാണ് ചാല്, കണ്ടോ ഒരു ചാല് വരുന്ന കാണാല്ലേ. പിന്നെ അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലേക്കാണ്. ഒരു ചെറുതായിട്ട് ഒരു അനക്കം നീങ്ങിയാൽ പോലും ഇടത്തെ ഭാഗത്തേക്ക് ഫുള്ള് ഹോള് വന്ന് നിൽക്കേണ്ടത്. ആ ചാല് വരുന്നതും ഈ ഭാഗത്തേക്കായിരിക്കണം. ഇങ്ങനെയെല്ലാം വന്നിരിക്കുന്ന ഒരു അനക്കം നീങ്ങിയാൽ പോലും ഇടയ്ക്കിടയ്ക്ക് നൂല് പൊട്ടും. അപ്പോൾ അതും നൂല് ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നതിന് ഒരു കാരണമാണ്. പിന്നെ നമ്മുടെ സൂചിയുടെ തുമ്പുണ്ടല്ലോ, ഇത് മാത്രമല്ല സൂചിയുടെ തുമ്പ് നമ്മൾ ചില സമയങ്ങളിൽ തുമ്പ് പൊട്ടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്ല് ഷെല്ലൊക്കെ ഉള്ള ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുമല്ലോ, അതുപോലെ നല്ല കോട്ടൺ നല്ല കട്ടിയുള്ള ജീൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തയ്ച്ച് വരുമ്പോൾ തുമ്പിനും കുറച്ച് കേട് വന്നിട്ടുണ്ടായിരിക്കും, ചെറുതായിട്ട് ഇങ്ങനെ ഒരസിലൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മുടെ സൂചി എന്താ പറയുക നൂലിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. അതും ഒരു കാരണം. അപ്പോൾ സൂചി മാറ്റിയിടണം അങ്ങനെ വരികയാണെങ്കിൽ. പിന്നത്തെ നമ്മുടെ നൂലിൻ്റെ ടെൻഷനാണ്. നമ്മളെ സൂചി ശരിയായ രീതിയിലല്ല, നൂലെല്ലാ രീതിയിലും കോർക്കുക, സൂചിയിൽ കൂടെ നൂലിടണം കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചു നോക്കുക. വലിച്ചു നോക്കുമ്പോൾ വല്ലാണ്ട് ടൈറ്റോ വല്ലാണ്ട് ലൂസോ ആകാൻ പാടില്ല, ഒരു മീഡിയം രീതിയിൽ. ഇതിപ്പോൾ ഇതുപോലെ ഞാൻ വലിച്ച് കാണിക്കട്ടെ. അപ്പോൾ സൂചിയിൽ നൂലിട്ടിട്ടുണ്ട്, ശരിയായ രീതിയിൽ നൂലൊക്കെ കോർക്കണം. അതിന് ശേഷം നമ്മൾ ഇതേക്കണ്ട ഇങ്ങനെ വലിക്കുമ്പോൾ ഇത്രയ്ക്ക് ലൂസേ വരാൻ പാടുള്ളൂ, വല്ലാണ്ട് ടൈറ്റും വരാനും പാടില്ല, വല്ലാണ്ട് ലൂസും വരാൻ പാടില്ല. നമ്മളിങ്ങനെ കൈകൊണ്ട് വലിച്ചു നോക്കുക. അപ്പോൾ അതിൻ്റെ നൂലിൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ ഇങ്ങനെ വലിച്ചു നോക്കുമ്പോൾ ഭയങ്കര ടൈറ്റ് ആണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നൂല് പൊട്ടും, വല്ലാണ്ട് ലൂസാണെങ്കിലും നൂല് പൊട്ടും. അതെ, അങ്ങനെ വന്നാലും രണ്ട് രീതിയിലും വരാൻ പാടില്ല, മീഡിയം രീതിയിലേ വരാൻ പാടില്ല, ഇത്രയ്ക്ക് ഇങ്ങനെ മൂവ്മെൻറ്റ്സ് വരാൻ പാടില്ല. ഇതേപോലെ തന്നെയാണ് നമ്മൾ ബോബിൻ കേസിൽ ചെയ്യുമ്പോഴും. ബോബിൻ കേസിൽ നൂല് ചുറ്റിയിട്ട് മുകളിലേക്ക് ഇങ്ങനെ ഇതേപോലെ എടുത്ത് വെച്ചിട്ട് ആ നൂലും നമ്മൾ ഇതേപോലെ ഒന്ന് പതുക്കെ ഒന്ന് വലിച്ചു നോക്കുക. അപ്പോൾ ഇതേപോലെ ഭയങ്കര ടൈറ്റും വരാൻ പാടില്ല, അതിനും അതേപോലെ വല്ലാണ്ട് ലൂസാവാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കറക്റ്റായി.